നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 10th പ്രിലിംസിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കഷ്ടിച്ച് ഒരു മാസം മാത്രമാണ് 10th പ്രിലിംസിനുള്ളത്. അപ്പൊ ഇനി വരുന്ന എല്ലാ ദിവസങ്ങളിലും 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ശക്തമായ ആ ഒരു പ്രിപ്പറേഷൻ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. ഇന്നാണ് ആദ്യത്തെ ക്ലാസ്. അപ്പൊ ഇങ്ങനത്തെ ഫൈനൽ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഫൈനൽ ലാപ്പ് പോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് പറയുക. നമുക്ക് നിരന്തരം ക്ലാസ്സുകൾ ചെയ്യാം. അപ്പോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയിൻ ആയിട്ടും PYQs ആയിരിക്കും ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 10th പ്രിലിംസിന്റെ ഒക്കെ പരീക്ഷ എടുത്തു കഴിഞ്ഞാൽ ഒരു 50% നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ചോദ്യങ്ങളൊക്കെ PYQs ആയിരിക്കും. അപ്പോ 2025 PSC ചോദിച്ചിട്ടുള്ള 10th പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇന്ന് എടുത്തിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക് ഫാമിലി. സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആയേക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് 7ാം പട്ടികയല്ലേ. 7 ഒന്ന് തിരിച്ചിട്ടേ, 7 തിരിച്ചിട്ട L ആവുമല്ലോ. L ഫോർ ലിസ്റ്റ് എന്ന് ഓർത്താ മതി. ഓപ്ഷൻ സി ആണ് ഉത്തരം. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനമാണ് പരാമർശിക്കുന്നത്. എന്നാൽ അതിനർത്ഥം എന്താണ്? യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഷെഡ്യൂൾ 7 അല്ലെങ്കിൽ 7ാം പട്ടികയിൽ പ്രതിപാദിക്കുന്നത്. എത്ര ഷെഡ്യൂളുകളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്? 12 ഷെഡ്യൂളുകളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. എത്ര ഷെഡ്യൂളുകളാണ്? 12 ഷെഡ്യൂളുകളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്. അപ്പോ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീട്ടില് അച്ഛനും അമ്മയ്ക്കും ചേട്ടനും അനിയത്തിക്കും ഒക്കെ ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ വിഭജിച്ച് നൽകിയിട്ടുണ്ടായിരിക്കുമല്ലോ. ഫോർ എക്സാമ്പിൾ, ഇപ്പോ കടയിൽ പോയി സാധനം വാങ്ങുന്നത് അച്ഛനായിരിക്കും. നല്ല ഭക്ഷണം പാകം ചെയ്യുന്നത് ആരായിരിക്കും? അമ്മയായിരിക്കും. ചെടികൾക്ക് വെള്ളമൊക്കെ നനയ്ക്കുന്നത് കുട്ടികളായിരിക്കും. ഇങ്ങനെ ജോലി, ഒരു വീട്ടിലെ ജോലി തന്നെ വിഭജിച്ചു കൊടുക്കുമ്പോൾ വഴക്കില്ലാതെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കാൻ അത് സഹായിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ കാര്യവും. നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യം വളരെ വലുതാണ്. അപ്പൊ ഇന്ത്യ മുഴുവൻ ഭരിക്കുന്നത് കേന്ദ്ര സർക്കാർ ആണെങ്കിലും ഓരോ സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ആക്സസ് ചെയ്യാവുന്ന സംസ്ഥാന സർക്കാരുകളാണ്. തമിഴ്നാട് സർക്കാർ, കേരള സർക്കാർ, ആന്ധ്ര സർക്കാർ, അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളും ആക്സസ് ചെയ്യാവുന്നത് സംസ്ഥാന സർക്കാരുകൾക്കാണ്. അപ്പൊ ഇവര് തമ്മില് ഇങ്ങനെ തല്ലുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ആർക്കൊക്കെ എന്തൊക്കെ അധികാരങ്ങളാണ് ഉള്ളത് എന്ന് നമ്മുടെ നിയമപുസ്തകമായ ഭരണഘടനയുടെ 7ാം പട്ടികയിൽ 7ാമത്തെ ഷെഡ്യൂൾ, പട്ടികയുടെ ഇംഗ്ലീഷ് എന്താ? ഷെഡ്യൂൾ. പട്ടികയുടെ ഇംഗ്ലീഷ് എന്താണ്? ഷെഡ്യൂൾ. ഷെഡ്യൂൾ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെ എത്ര ലിസ്റ്റുകളായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു അധികാര വിഭജനത്തെ എത്ര ലിസ്റ്റുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്? 3 ലിസ്റ്റുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, സമവർത്തി ലിസ്റ്റ് അഥവാ കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് അഥവാ കേന്ദ്ര ലിസ്റ്റ് എന്ന് പറയാം. ഇപ്പൊ രാജ്യത്തിന്റെ കാവൽ, അതായത് പട്ടാളം, പിന്നെ പണം, റെയിൽവേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേന്ദ്ര സർക്കാരാണ് നോക്കുന്നത്. ഇനി സംസ്ഥാന ലിസ്റ്റ് ആണെങ്കിലോ, സ്റ്റേറ്റ് ലിസ്റ്റ് ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലീസ്, ആരോഗ്യം, കൃഷി മുതലായ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരാണ്? നമ്മുടെ സംസ്ഥാന സർക്കാരാണ്. കൺകറന്റ് ലിസ്റ്റ് അഥവാ സമവർത്തി ലിസ്റ്റിലാണ് എന്ത് ഉൾപ്പെടുന്നത്? വിദ്യാഭ്യാസം, വനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നത് കൺകറന്റ് ലിസ്റ്റ് ആണ്. അപ്പൊ ചുരുക്കം പറഞ്ഞ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ ചെയ്യേണ്ട ജോലികളും അധികാരങ്ങളും ഒക്കെ വീതം വെച്ച് നൽകിയിരിക്കുന്ന ഭരണഘടനയുടെ പട്ടിക എത്രാമത്തെ പട്ടികയാണ്? പറയൂ. 7ാമത്തെ പട്ടിക. അപ്പൊ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. 1ാമത്തെ പട്ടികയിൽ എന്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? 12 പട്ടികയുണ്ടെന്ന് പറഞ്ഞില്ലേ? അതിൽ 1ാമത്തെ പട്ടികയിൽ എന്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? താഴെ കമന്റ് ചെയ്യാമോ? 2ാമത്തെ പട്ടികയിൽ എന്താണ്? രാഷ്ട്രപതി, ഗവർണർ, രാജ്യസഭാ ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ, ലോക്സഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ, ഇവരുടെയൊക്കെ കോംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഇവരുടെയൊക്കെ വേതനത്തെ സംബന്ധിച്ചാണ് 2ാമത്തെ പട്ടികയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. വേതനം അഥവാ ശമ്പളത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇനി 3ാമത്തെ പട്ടികയിൽ എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? സത്യപ്രതിജ്ഞ അഥവാ ഓത്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 4ാമത്തെ പട്ടികയിലോ
സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവയുടെ രാജ്യസഭാ സീറ്റ് വിഭജനത്തെ കുറിച്ച് നാലാമത്തെ പട്ടികയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അഞ്ചാമത്തെ പട്ടികയിൽ എന്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? 5 5 എഴുതുന്ന പോലെയല്ലേ? അപ്പൊ SC ST എന്ന് ഓർത്താ പോരെ. പട്ടിക പ്രദേശങ്ങളുടെയും ഗോത്രവർഗങ്ങളുടെയും ഭരണ നിയന്ത്രണം സംബന്ധിച്ചാണ് അഞ്ചാമത്തെ പട്ടിക. കിട്ടിയോ? ആറാമത്തെ പട്ടിക എന്താണ്? അസം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ പ്രദേശങ്ങളുടെ ഭരണം സംബന്ധിച്ചുള്ള വ്യവസ്ഥകളാണ്. അസം, മേഘാലയ, ത്രിപുര, മിസോറാം. 7 തിരിച്ചിട്ടാ എല്ലാണെന്ന് പറഞ്ഞു. അപ്പൊ ഈസി ആയിട്ട് കിട്ടും. 7ാം പട്ടിക എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. 8 ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള 22 ഭാഷകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. 9 കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പാസാക്കിയ ഭൂമി പതിച്ചു കൊടുക്കൽ, ഭൂനികുതി, റെയിൽവേ, വ്യവസായങ്ങൾ തുടങ്ങിയവയെ സംബന്ധിച്ചുള്ള നിയമങ്ങളും ഉത്തരവുകളും. ഇനി 10ാമത്തെ പട്ടിക എപ്പോഴും ചോദിക്കാറുണ്ട്. കൂറുമാറ്റമാണ്. കൂറുമാറ്റ നിരോധന നിയമം. 11ാമത്തെ പട്ടികയോ പഞ്ചായത്തുകളുടെ അധികാരവും ഉത്തരവാദിത്തവും. 12ാമത്തെ പട്ടികയോ നഗരപാലിക സംവിധാനം, മുനിസിപ്പാലിറ്റിയാണ്. 11 പഞ്ചായത്ത്, 12 മുനിസിപ്പാലിറ്റി. കിട്ടിയല്ലോ. അപ്പൊ 12 പട്ടികകളും കിട്ടിയോ? കിട്ടിയെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേ. ഇപ്പൊ തന്നെ ക്ലിക്ക് ചെയ്തേ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യത്തിലൂടെ പോകാം. അതിന് മുന്നേ നമ്മുടെ ഹർഷിത എജ്യൂടെക് ആപ്പിലെ ഇപ്പൊ മുഹറം ഓഫർ റണ്ണിങ് ആണ്. നമ്മുടെ ആപ്പിലെ ഒട്ടുമിക്ക കോഴ്സുകൾക്കും ഇപ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടും. LDC അടക്കമുള്ള കോഴ്സുകൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. 10% ഡിസ്കൗണ്ട് കഴിച്ചുള്ള ഫീസേ നിങ്ങൾക്ക് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ജൂൺ 25 മിഡ് നൈറ്റ് വരെ ഈ ഒരു ഓഫർ ഉള്ളൂ. അപ്പൊ എത്രയും വേഗം തന്നെ ഈ ഓഫറിൽ കോഴ്സുകൾ എടുക്കാൻ വേണ്ടി നോക്കുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമന്റ് കൊടുത്തേക്കാം. ഒരു സന്തോഷ വാർത്ത, ഐഫോൺ യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് നമ്മുടെ ആപ്പ് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ ആപ്പ് കിട്ടുന്നതായിരിക്കും. ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്താൽ ലിങ്ക് കിട്ടുവേ. LDCയുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയൊരു 15 സീറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. 2027 ഡിസംബർ 31 വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. നോട്ട് പ്രിന്റ് എടുക്കാനും പറ്റും കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ശരിയാണ്. നമ്മുടെ ക്രിക്കറ്റ് ദൈവമായ സച്ചിൻ ടെണ്ടുൽക്കർ, അദ്ദേഹം കളിക്കളത്തിൽ ഒട്ടനവധി റെക്കോർഡുകളാണ് വാരിക്കൂട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ഒരുപാട് അംഗീകാരങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വളരെ ശരിയാണ്. സിനിമയിലെ ഏറ്റവും വലിയ അവാർഡ് ഏതാണ്? ഓസ്കാർ ആണ്. അതുപോലെ തന്നെ കായിക രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്നത് ലോറസ് സ്പോർട്സ് പുരസ്കാരമാണ്. ലോറസ് സ്പോർട്സ് പുരസ്കാരം 2020 കഴിഞ്ഞ 20 വർഷത്തെ ഏറ്റവും മികച്ച കായിക നിമിഷത്തിനുള്ള ലോറസ് സ്പോർട്ടിംഗ് മൊമെന്റ് ആണ്. പുരസ്കാരമാണ് ആർക്ക് ലഭിച്ചത്? സച്ചിന് ലഭിച്ചത്. ഈ അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് സച്ചിൻ. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി. അപ്പൊ സച്ചിൻ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ മാത്രമാണെങ്കിലും രാജ്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ മാനിച്ച് ഇന്ത്യൻ വ്യോമസേന അഥവാ ഇന്ത്യൻ എയർഫോഴ്സ് അദ്ദേഹത്തിന് ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി നൽകി ആദരിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു പ്രതിരോധ പദവി അഥവാ ഡിഫൻസ് റാങ്ക് ലഭിക്കുന്ന വ്യോമയാന പശ്ചാത്തലമില്ലാത്ത ആദ്യത്തെ വ്യക്തിയും ആദ്യത്തെ കായിക താരവും കൂടിയാണ് ആര്? സച്ചിൻ. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. അപ്പൊ രണ്ടാമത്തെ ശരിയാണ്. മൂന്നാമത്തെ നോക്കിക്കേ. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം നമ്മുടെ പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യസഭയിലേക്ക് വിവിധ മേഖലകൾ, അതായത് കല, കായികം, സാഹിത്യം, ഈ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ രാഷ്ട്രപതി നാമനിർദ്ദേശം അഥവാ നോമിനേറ്റ് ചെയ്യാറുണ്ട്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 80 പ്രകാരമാണ്. അങ്ങനെ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മുഴുവൻ സമയ കായിക താരമാണ് സച്ചിൻ. ശരിയാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കൂ.
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തെരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം വോട്ട് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളിൽ, പ്രത്യേകിച്ച് യുവാക്കളിൽ അവബോധം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സച്ചിൻ ടെണ്ടുൽക്കറെ തങ്ങളുടെ നാഷണൽ ഐക്കണായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതും ശരി. അപ്പൊ ചുരുക്കം പറഞ്ഞ ഈ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ സച്ചിൻ ടെണ്ടുൽക്കറെ പറ്റിയുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. കുറച്ച് അഡീഷണൽ പോയിന്റ് കൂടി ഞാൻ പറഞ്ഞു തരട്ടെ. സച്ചിൻ ടെണ്ടുൽക്കർ ജനിച്ചത് എന്നാണ്? 1973 ഏപ്രിൽ മാസം 24-നാണ്. 1973 ഏപ്രിൽ മാസം 24-ന് മുംബൈയിലാണ് സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ എന്ന സച്ചിൻ ടെണ്ടുൽക്കറുടെ ജനനം. ലിറ്റിൽ മാസ്റ്റർ, മാസ്റ്റർ ബ്ലാസ്റ്റർ, ബോംബെ ബോംബർ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? സച്ചിൻ. ഞാൻ നേരത്തെ പറഞ്ഞ ക്രിക്കറ്റ് കായിക ലോകത്തെ ദൈവം, ദ ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്നീ അപരനാമങ്ങളിലൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? സച്ചിനാണ്. 200ാമത്തെ ടെസ്റ്റ് മത്സരം സച്ചിൻ കളിച്ചത് ഏത് സ്റ്റേഡിയത്തിലാണ്? മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ്. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ്. യുനിസെഫിന്റെ ഗുഡ്വിൽ അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. 2023 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ. ഭാരതരത്ന നേടുന്ന ആദ്യ കായിക താരമാണ് സച്ചിൻ. ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? സച്ചിനാണ്. ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യത്തെ പുരുഷ താരം കൂടിയാണ് സച്ചിൻ. ഓക്കെ, അപ്പൊ സച്ചിന്റെ പോയിന്റ്സ് ഒക്കെ ഓർത്തിരിക്കുക. സച്ചിൻ ടെണ്ടുൽക്കറിന് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത വർഷം ഏതാണ് അറിയാവോ? 2012. 2012-ലാണ് സച്ചിനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യത്തെ കായിക താരം കൂടിയാണ് ആര്? സച്ചിൻ ടെണ്ടുൽക്കർ. സെറ്റല്ലേ? അടുത്ത ചോദ്യം. കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കാം. കേരള നടനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗുരു ഗോപിനാഥുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. യക്ഷഗാനം പാർത്തി സുബ്ബ, ചവിട്ട് നാടകം ചിന്നത്തമ്പി പിള്ള, കൂടിയാട്ടം ഗുരുമണി മാധവ ചാക്യാർ. അപ്പൊ കേരള നടനം എപ്പോഴും ചോദിക്കാറുണ്ട്. കേരള നടനം കഥകളിയെ അടിസ്ഥാനമാക്കി എല്ലാവർക്കും എളുപ്പത്തിൽ ആസ്വദിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിൽ കേരള നടനം എന്ന പുതിയൊരു നൃത്തരൂപം വികസിപ്പിച്ചെടുത്തത് ആരാണ്? ഗുരു ഗോപിനാഥ് ആണ്. ഗുരു ഗോപിനാഥ്. യക്ഷഗാനം കർണാടകത്തിലും കേരളത്തിന്റെ അതിർത്തിയായ കാസർഗോഡും ഒക്കെ വളരെ പ്രശസ്തമായ ഒരു നൃത്തരൂപമാണ് യക്ഷഗാനം. ഇതിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കവിയായ പാർത്തി സുബ്ബയാണ്. കവിയായ പാർത്തി സുബ്ബ. ചവിട്ട് നാടകം ചിന്നത്തമ്പി പിള്ള നല്ല വലുപ്പമുള്ള തിളങ്ങുന്ന വസ്ത്രങ്ങളൊക്കെ ഇട്ട് തടി സ്റ്റേജിൽ ചുവടുകൾ വെച്ച്, അതായത് ചവിട്ടി ചവിട്ടി പാട്ടുപാടി അഭിനയിക്കുന്ന ഒരു ലത്തീൻ ക്രിസ്തീയ കലാരൂപമാണ് ഏത്? ചവിട്ട് നാടകം. ഇതിന്റെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാനികളിൽ ഒരാളാണ് ആര്? ചിന്നത്തമ്പി പിള്ള. അടുത്തത് കൂടിയാട്ടം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച വളരെ പുരാതനമായ നമ്മുടെ സംസ്കൃത നാടക രൂപമാണ് കൂടിയാട്ടം. ഈ കലാരൂപത്തെ ലോകപ്രശസ്തമാക്കുന്നതിലും ഇതിന് ഇന്ന് കാണുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിലും പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ഗുരുമണി മാധവ ചാക്യാർ. സെറ്റല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ആപ്പിന്റെ കാര്യം മറന്നു പോകരുത്. ചോദ്യം. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത്? മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. കേരളത്തിൽ ആകെ എത്ര നദികളാണുള്ളത്? 44 നദികളാണുള്ളത്. ഇതില് ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ പെരിയാർ ആണ് ഏറ്റവും നീളം കൂടിയ നദി. പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ. എന്നാൽ ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കാസർഗോഡ്, ഏത് ജില്ല? കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന മഞ്ചേശ്വരം പുഴയാണ് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും കുഞ്ഞൻ, അതായത് നദികളുടെ കൂട്ടത്തിലെ ഏറ്റവും കുഞ്ഞൻ. ഇതിന് നീളം എത്രയാണ്? വെറും 16 കിലോമീറ്റർ മാത്രമാണ് നീളം. വളരെ പെട്ടെന്ന് നടന്നു തീർക്കാവുന്ന അത്രയും ചെറിയൊരു ദൂരം മാത്രമേ ആർക്കുള്ളൂ? ഈ ഒരു പുഴയ്ക്കുള്ളൂ. അപ്പൊ ഓപ്ഷനിലുള്ള ഓപ്ഷൻ എ ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ പ്രത്യേകത എന്താ? കേരളത്തിലെ 2ാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ. ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ, ഏറ്റവും വലിയ നദി പെരിയാർ. സെറ്റാണല്ലോ.
അപ്പൊ നദികളുടെ വലിപ്പം നമുക്കൊരു 5 നദി, ആദ്യത്തെയും തുടങ്ങിയ 5 നദി പറഞ്ഞാലോ? ഏറ്റവും വലിയ നദി പെരിയാറാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ വലിയ നദി ഏതാണ്? ഭാരതപ്പുഴ. മൂന്നാമത്തെ വലിയ നദി ഏതാണ്? പമ്പയാണ് മൂന്നാമത്തെ വലിയ നദി. നാലാമത്തെ വലിയ നദി ഏതാ? ചാലിയാറാണ് നാലാമത്തെ വലിയ നദി. അഞ്ചാമത്തെ വലിയ നദി ഏതാ? ചാലക്കുടിപ്പുഴയാണ് അഞ്ചാമത്തെ വലിയ നദി. നീളം അറിയാവോ? ജസ്റ്റ് ഓർത്തിരിക്കുക. പെരിയാറിന് എപ്പോഴും ചോദിക്കാറുണ്ട്. 244. ഭാരതപ്പുഴയുടെ നീളം 209. പമ്പയുടെ നീളം 176 കിലോമീറ്റർ. ചാലിയാർ ആണെങ്കിലോ 169 കിലോമീറ്റർ ആണ്. ചാലക്കുടിപ്പുഴയാണെങ്കിലോ 145.5 കിലോമീറ്റർ ആണെന്ന് ഓർക്കുക. കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി ഏതാ? മഞ്ചേശ്വരം പുഴ. തെക്കേ അറ്റത്തെ നദി എപ്പോഴും ചോദിക്കാറുണ്ട്. നെയ്യാറാണ് തെക്കേ അറ്റത്തെ നദി. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദക്ഷിണ ഭാഗീരഥി പമ്പ. ദക്ഷിണ ഭാഗീരഥി പമ്പയാണ്. കേരളത്തിലെ മഞ്ഞ നദി കുറ്റിയാടിപ്പുഴയാണ്. ഇനി കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെ? എത്രണ്ണം ഉണ്ട്? 3 ഈസ്റ്റ് ഫ്ലോയിങ് 3. എങ്ങനെ ഓർക്കാം? ഈ തിരിച്ചിട്ടാ 3 അല്ലേ? ഈ ഒന്ന് തിരിച്ചിട്ടോ, ഈ തിരിച്ചിട്ടാ 3 ആണ്. അപ്പൊ ഈസ്റ്റ് ഫ്ലോയിങ് 3 ഏതൊക്കെയാ? കബനി, ഭവാനി, പാമ്പാർ. അപ്പൊ നദികൾ ഒന്നെടുത്ത് റിവിഷൻ അടിക്കുവോ കുട്ടികളെ? അടിക്കുമെങ്കിൽ എസ് എന്ന് താഴെ പറയൂ. ഇപ്പൊ തന്നെ എടുത്ത് റിവിഷൻ അടിച്ചോണേ. അടുത്ത ചോദ്യം, അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി ആര്? കേരള കായിക രംഗത്ത് നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ്. ഓപ്ഷൻ ബി, സി ബാലകൃഷ്ണനാണ് അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി. ആരാ? സി ബാലകൃഷ്ണൻ. അപ്പൊ നമ്മുടെ രാജ്യത്ത് കായിക രംഗത്തെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കളിക്കാർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന വലിയൊരു ബഹുമതിയാണ് അർജുന അവാർഡ്. ഈ അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? സി ബാലകൃഷ്ണൻ. പക്ഷേ നിങ്ങൾക്ക് ഡൗട്ട് അടിക്കാം, നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർ PT ഉഷ, PR ശ്രീജേഷ്. എന്നാൽ 1961, കുറെ ബാക്കിലേക്ക് പോകണം. 1961 ഈ അവാർഡ് ആദ്യമായി പ്രഖ്യാപിച്ച ആ വർഷം തന്നെ, അതാണ് പോയിന്റ്. 1961 ഈ അവാർഡ് പ്രഖ്യാപിച്ച ആ വർഷം തന്നെ കായിക രംഗത്തെ മികച്ച സംഭാവനയ്ക്കുള്ള അർജുന അവാർഡ് കരസ്ഥമാക്കിയ ആദ്യത്തെ മലയാളിയായി ആര് മാറി? സി ബാലകൃഷ്ണൻ മാറി. ഇദ്ദേഹത്തിന്റെ കായിക ഇനം ഏതാണ്? ഇദ്ദേഹം പ്രശസ്തനായ മൗണ്ടൈനറിംഗ് പർവ്വത ആരോഹകനാണ്. ആര്? സി ബാലകൃഷ്ണൻ. ഓപ്ഷൻ എ, വിശ്വനാഥൻ ആനന്ദ്. ഇദ്ദേഹം മലയാളിയാണോ കുട്ടികളെ? അല്ല, ഇദ്ദേഹം ഒരു തമിഴ്നാട് സ്വദേശിയാണ്. സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് ഓപ്ഷൻ ഡി ഇങ്ങ് പിടിച്ചാലോ? PT ഉഷ ഇങ്ങ് പിടിച്ചാലോ? എപ്പോഴും ചോദിക്കാറുണ്ട്. പിലാവുള്ളക്കണ്ടി തെക്കേ പറമ്പിൽ ഉഷ എന്ന PT ഉഷ. പിലാവുള്ളക്കണ്ടി തെക്കേ പറമ്പിൽ ഉഷ. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആരാ? PT ഉഷ. ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി എന്നറിയപ്പെടുന്നത് ആരാ? PT ഉഷ. ഏഷ്യയിലെ സ്പ്രിന്റ് റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? PT ഉഷ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത ആരാ? PT ഉഷ. 1980 മോസ്കോ ഒളിമ്പിക്സിലാണ് PT ഉഷ പങ്കെടുത്തത്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത. കൂടാതെ ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ഫൈനലിൽ എത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത കൂടിയാണ് PT ഉഷ. 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് ഹർഡിൽസ് 400 മീറ്റർ ഹർഡിൽസിലാണ് ആര് മത്സരിച്ചത്? PT ഉഷ. ഒളിമ്പിക്സ് അത്ലറ്റിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത കൂടിയാണ് PT ഉഷ. PT ഉഷയുടെ കോച്ച് ആരാണ്? കായിക പരിശീലകൻ ആരാണ്? OM നമ്പിയാർ ആണ്. PT ഉഷയ്ക്ക് ഈ 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സില് വെങ്കല മെഡൽ നഷ്ടപ്പെട്ടത് ഏത് സമയത്തിനാണെന്ന് അറിയാമോ? 1/100 സെക്കൻഡിലാണ്. 1/100 അംശം. അപ്പോ സമയത്തിന്റെ വില ഏറ്റവും കൂടുതൽ അറിഞ്ഞൊരു വ്യക്തി കൂടിയാണ് ആര്? PT ഉഷ. അപ്പൊ 1/100 അംശത്തിൽ, സെക്കൻഡിന്റെ 1/100 അംശത്തിലാണ് വെങ്കല മെഡൽ നഷ്ടപ്പെട്ടത്. ഇനി PT ഉഷയുടെ ആത്മകഥയുടെ പേരെന്താണ്? ഗോൾഡൻ ഗേൾ എന്നതാണ് PT ഉഷയുടെ ആത്മകഥയുടെ പേര്. PT ഉഷയുടെ കോച്ച് ആരായിരുന്നു? OM നമ്പിയാർ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? PT ഉഷ. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിലാണ്. പക്ഷേ PT ഉഷ കോച്ചിങ് സെന്റർ എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? തിരുവനന്തപുരം. PT ഉഷയ്ക്ക് പത്മശ്രീ ലഭിച്ചത് ഏത് വർഷമാണ്? 1984 ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സ് ഓർക്കുക. തൊട്ടടുത്ത വർഷം 85 പത്മശ്രീ ലഭിച്ചു. തൊട്ട് പിന്നിലുള്ള വർഷം 83 അർജുന അവാർഡ് ലഭിച്ചത്. അപ്പൊ 83 അർജുന അവാർഡ്, 84 ഫൈനലിൽ എത്തിയത്, 85 പത്മശ്രീ. ഓക്കെ, തുടർന്ന് നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണോന്നുണ്ടെങ്കിൽ എസ് എന്ന് താഴെ പറയും. നമുക്ക് ക്ലാസ്സിൽ ഇരുന്ന് തന്നെ കിടിലം ക്വസ്റ്റ്യൻസ് പഠിച്ചു പോകാം. ഇനി ഒരു 30 ദിവസം, 30 ഇല്ല, അതിന്റെ അകത്തെ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെ കൂടെ കാണാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കട്ടയ്ക്ക് പിടിക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം പ്രിപ്പറേഷൻ.
താങ്ക് യു.